ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാനിക്കേയിസം എന്ന തത്വചിന്തയെ നിരാകരിക്കണം. ഇസ്ലാം പിന്തുടരുന്ന ഒരു ദ്വന്ദ്വചിന്തയാണ്. ചിലർ വിശ്വാസികൾ, മറ്റു ചില അവിശ്വാസികൾ കൊന്നൊടുക്കണം. ഇങ്ങനെ അക്രമത്തിലേക്ക് നയിക്കുന്ന ദ്വന്ദ്വചിന്ത, മാനിക്കേയിസത്തിൻ്റെ ദ്വന്ദ്വചിന്ത, അത് നിരാകരിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ മെയ് 14 പറഞ്ഞിരുന്നു. അത് മാർ തോമസ് ലീഹ മാനിക്കായനാണെന്ന് ലിയോ 14 പറഞ്ഞുവെന്നും അതുകൊണ്ട് അത് നിരാകരിക്കണമെന്ന് പറഞ്ഞുവെന്നും വ്യാഖ്യാനിച്ചുകൊണ്ട് ഏകം ന്യൂസ്, അതായത് സഭാവിരുദ്ധ പാപ്പാവിരുദ്ധ ഏകം ന്യൂസ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും നടത്തുന്ന ഏകം ന്യൂസ് പ്രചരിപ്പിക്കുന്നുണ്ടായി. ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഈ 2025 ഫെബ്രുവരി മാസത്തിൽ, ഈ കൊല്ലം തുടക്കത്തിൽ, ഈ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഗവേഷകനെന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ജീവൻ ഫിലിപ്പ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഏകം ന്യൂസിൽ ഇതുപോലെ തന്നെ ഈ മാർ തോമസ് ലീഹ എന്ന കുരിശിൽ ക്രിസ്തുമതത്തിൻ്റെതായി യാതൊന്നുമില്ല എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെയും മറ്റൊക്കെ വെളിച്ചത്തിൽ ഞാനൊരു ഗവേഷണം നടത്തി. ചെറിയ ഗവേഷണം, വലിയ ഡോക്ടറൽ തീസ് പോലെയൊന്നുമല്ല. അങ്ങനെയുള്ള എൻ്റെ പഠനത്തിൻ്റെ ആ പഠനമെല്ലാം ഒരു പുസ്തക രൂപത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. മാനിക്കേയനോ മാർ തോമസ് ലീഹ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം. അതിൻ്റെ ഈ 1-ാം ഭാഗത്ത് 2 അധ്യായങ്ങളാണുള്ളത്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഈ ജീവൻ ഫിലിപ്പ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. വാസ്തവത്തിൽ ആ ആരോപണങ്ങൾ മറുപടി അർഹിക്കാത്ത വിധം അത്രയും ചീപ്പാണ്. എങ്കിലും സാധാരണക്കാർക്ക് ഉതപ്പുണ്ടാക്കാൻ അതൊക്കെ മതിയാകും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ മാർ തോമസ് ലീഹായിൽ ക്രിസ്തുമതത്തിൻ്റെതായ യാതൊന്നുമില്ല എന്ന് ഈ ജീവൻ ഫിലിപ്പിനെ കൊണ്ടുവന്ന് എറണാകുളം അങ്കമാലി അതിരൂപത, അത് സുറിയാനി കത്തോലിക്ക സഭ എന്ന് ഓർക്കണം, അതിൻ്റെ ആസ്ഥാന രൂപതയാണ്, അതിലത്തെ അവരുടെ ഈ ഏകൻ ന്യൂസ് ആണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, ഈ ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അൺമാസ്കിംഗ് ദ സിറിയാക്സ് എന്നാണ്. സുറിയാനിക്കാരുടെ മുഖം മൂടി വലിച്ചു കീറുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഏകൻ ന്യൂസിൽ അദ്ദേഹത്തിന് അഭിമുഖത്തിനെല്ലാം കൊണ്ടുവന്നത്. ഈ പുസ്തകം വായിച്ചിട്ട് നമ്മുടെ തൃശ്ശൂരുള്ള പ്രൊഫസർ ഡോക്ടർ KM ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ജൈനീസ് മീഡിയയിൽ അവർ അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. ഈ KM ഫ്രാൻസിസ് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ്, അല്ലാണ്ട് ഒരു പക്ഷം പിടിച്ചിട്ടല്ല. ഈ ജീവൻ ഫിലിപ്പ് ഒരു പക്ഷം പിടിച്ചിട്ട് ചെയ്യണേ. KM ഫ്രാൻസിസ് നടത്തിയിരിക്കുന്ന ആ വിമർശനം അല്ലെങ്കിൽ ഒരു നിരൂപണം വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിൽ 5-6 കാര്യങ്ങളൊന്നും ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ജീവൻ ഫിലിപ്പിൻ്റേത് ഒരു ഗവേഷണ ഗ്രന്ഥമേ അല്ല. കാരണം ഗവേഷണത്തിന് ഒരു ഫോക്കസ്, ഒരു കേന്ദ്ര ആശയം വേണം. അത് ഈ പുസ്തകത്തിനില്ല. ഈ സുറിയാനിക്കാരുടെ മുഖം മൂടി വലിച്ചു കീറുമ്പോൾ എന്ന ജീവൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തിന് ഇങ്ങനൊരു ഫോക്കസ് ഇല്ല. അതിൽ 9 അധ്യായങ്ങളും ഓരോ പ്രബന്ധം പോലെയാണ്. ഒന്നും മറ്റൊന്നുമായി ബന്ധമില്ല. ഓരോന്നും ഓരോ ഫോക്കസാണ്. 2, ഒരു ഗവേഷണം നല്ലൊരു പ്രൊഫസറുടെ കീഴിൽ ചെയ്താൽ മാത്രമേ ഗുണമേന്മയുള്ളതാകൂ. ഇത് അങ്ങനെ ചെയ്തിട്ടുള്ള പുസ്തകമല്ല. 3, ഇതിന് കൊഹിയറൻസ് ഇല്ല. അതായത് യുക്തിയുക്തമായ പൊരുത്തമില്ല. ഒരു അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇതിന് വിപരീതമായിട്ടാണ് മറ്റൊരു അധ്യായത്തിൽ സമർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് കൺസിസ്റ്റൻസി ഇല്ല. പൂർവാപര ബന്ധമോ സ്ഥിരതയോ ഇല്ല. ഒരു അധ്യായത്തിൽ പറയും 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും പേർഷ്യയുമായി വ്യാപാര ബന്ധം ഇല്ലെന്ന്. മറ്റൊരു അധ്യായത്തിൽ പറയും അതേ കാലയളവിൽ വ്യാപാര ബന്ധം ഉണ്ടെന്ന്. മാനിക്കേയസത്തിൻ്റെ മാനി ഇന്ത്യയിൽ വന്നുവെന്നും ക്നായി തൊമ്മൻ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന് തെളിയിക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വയ്ക്കാനുണ്ട്. അതിനുവേണ്ടി തരം വാക്ക് മാറ്റി പറയുകയാണ്. ഒരു ഗവേഷകന് ചേർന്ന സത്യസന്ധത ജീവൻ ഫിലിപ്പിനില്ല. വളരെ മുൻവിധിയോടെയാണ് രചയിതാവിൻ്റെ ജീവൻ ഫിലിപ്പിൻ്റെ സമീപനം. എന്തോ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയാണ്, വെപ്രാളമാണ്, സത്യത്തോടുള്ള പ്രതിബദ്ധതയല്ല. ഇതാണ് രചയിതാവിനെ ആദ്യന്തം നയിക്കുന്നത്. സുറിയാനി കത്തോലിക്കർ മുഖം മൂടിയിട്ട് നടക്കുകയാണെന്നും അത് വലിച്ചു കീറുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പുസ്തകത്തിൻ്റെ ശീർഷകത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. എന്നാൽ അതിനുള്ള തെളിവുകളൊന്നും യുക്തിഭദ്രമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ഗവേഷകന് ഒട്ടും ചേരാത്തതാണ് ഇത്തരം മുൻവിധികൾ. 6, KM ഫ്രാൻസിസ് സാർ പറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മാർ തോമസ് ലീഹയുടെ പാഹ്ലവി ലിപിയിലുള്ള ആലേഖനം വായിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാനിക്കേയനാണെന്ന് താൻ നിലപാടെടുക്കുന്നത് എന്നാണ് ജീവൻ ഫിലിപ്പിൻ്റെ അവകാശവാദം.
ഈ ഭാഷയും ലിപിയും ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇസ്ലാമിൻ്റെ അധിനിവേശത്തോടെ നിന്നു പോയതാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഈ ഭാഷയും ലിപിയും വായിച്ചെടുക്കാൻ കഴിവുള്ള ആരും തന്നെയില്ല. ജീവൻ ഫിലിപ്പിനും അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ആ ലിഖിതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനം തീർത്തും തെറ്റാണ്. ജീവൻ ഫിലിപ്പിന്റെ പുസ്തകം തന്നെ അസംബന്ധമാണ്. 7. ക്രിസ്തുവർഷം ആദ്യം മുതൽ ഭാരതത്തിലുണ്ടായിരുന്ന മാനിക്കൻ ക്രിസ്ത്യാനികളായിരുന്നെന്നും അവർ സാഹചര്യങ്ങൾ സമ്മർദ്ദത്താൽ നെസ്റ്റോറിയൻ ക്രിസ്ത്യാനികളായി മതപരിവർത്തനം ചെയ്തെന്നും മാനിക്കരുടെ മതചിഹ്നമായിരുന്നു മാർത്തോമാ സ്ലീവ എന്നും അതിലത് ഉപേക്ഷിക്കണമെന്നും ജീവൻ ഫിലിപ്പ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വെറും ഭാവനാ സൃഷ്ടിയാണ്. ചരിത്രത്തോടോ സത്യത്തോടോ കൂറു പുലർത്തുന്ന സമീപനമല്ല. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ജീവൻ ഫിലിപ്പ് ഉന്നയിക്കുന്ന ഓരോ ആരോപണവും എടുത്തിട്ടും അതിന് കൃത്യമായി തെളിവുകൾ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് ഇങ്ങനൊരു സംഗതി, ഈ ഒരു ആരോപണം 1974 ആദ്യമായിട്ടുണ്ടായത്. അതേക്കുറിച്ച് ഞാൻ നാളെ പറയാം. അതായത് ജീവൻ ഫിലിപ്പ് അല്ല ആദ്യമായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നാണ് എൻ്റെ പോയിന്റ്. ഈ അധ്യായത്തിൽ ജീവൻ ഫിലിപ്പിന് നമ്മൾ കൊടുക്കുന്ന മറുപടികളെല്ലാം കൃത്യം നമുക്ക് വായിച്ചെടുക്കാം. ഞാൻ പറയുന്നതാണോ അദ്ദേഹം പറയുന്നതാണോ സത്യം, ഏതിനാണ് സത്യത്തോട് ബന്ധമുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ അധ്യായത്തിൻ്റെ സമാപനത്തിൽ ഞാൻ എടുക്കുന്ന നിഗമനം, അതായത് ജീവൻ ഫിലിപ്പിന് കൊടുത്തിരിക്കുന്ന മറുപടികൾ, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ, ഞാൻ കൊടുത്തിരിക്കുന്ന മറുപടികൾ, ഇതെല്ലാം അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞാൻ ഈ ആദ്യത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാനിക്കൈസ് തൻ്റെ സ്ഥാപകനായ മാനി മരിച്ചത് കുരിശിലല്ല, കാരാഗ്രഹത്തിലാണ്. മർദ്ദനമേറ്റ് മരിച്ച അയാളുടെ തല വെട്ടിയെടുത്ത് പട്ടണ കവാടത്തിൽ നാട്ടുകയായിരുന്നു. മാനിക്കൈസിൽ മാനി മരിച്ചത് കുരിശിലല്ല. തെളിവുകൾ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപസംഹാരം പറയുകയാണ്. മാനിക്കൈസത്തിൽ കുരിശൊരു ചിഹ്നമേ അല്ല. കുരിശ് വണക്കവും അവർക്കില്ലായിരുന്നു. പാറക്കിളത്തെ മാനിയുടെ ചിഹ്നമായി പ്രാവിനെയും ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാമിലെ പോലെ ഒരു ചിഹ്നങ്ങളും, അതായത് തിരുസ്വരൂപങ്ങൾ എന്ന് പറയില്ലോ, അതെല്ലാം വിഗ്രഹമായി കണക്കാക്കുന്നതുകൊണ്ട് മാനിക്കൈസത്തിൽ ഇങ്ങനെ മതചിഹ്നങ്ങളേ ഉണ്ടായിരുന്നില്ല. കുരിശുമില്ല, പ്രാവുമില്ല. പുരാതന മാനിക്കൻ രചനകളിൽ കുരിശിനെക്കുറിച്ച് ഒരക്ഷരം പോലുമില്ല. മാനിക്കൻ രചനകളിൽ കുരിശിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. ലോകത്തെ മാനിക്കൈൻ കേന്ദ്രങ്ങളിൽ നിന്നൊന്നും മാനിക്കൈൻ കുരിശ് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. പുരാവസ്തു രേഖകളിൽ ലോകത്ത് എവിടെയെങ്കിലും മാനിക്കൈൻ കുരിശുകൾ കണ്ടെത്തിയിട്ടില്ല. ചരിത്രപരമായ ഒരു രേഖയും കിട്ടിയിട്ടില്ല. മാനിക്കൈസിന് സ്വന്തമായി ഭാഷയുണ്ടായിരുന്നു. അതല്ല മാർത്തോമാ സ്ലീവായിൽ കാണുന്നത്. മാർത്തോമാ സ്ലീവായിലുള്ളത് പാഹ്ലവി ലിഖിതമാണ്. പ്രാചീന ലിപിയിലുള്ള ഈ ലിഖിതം വായിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. ജീവൻ ഫിലിപ്പിന് വായിക്കാൻ പറ്റില്ല, ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല. മാർത്തോമാ സ്ലീവായിൽ മാനിക്കൻ മതത്തിന്റെ ദ്വൈതവാദവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളോ ലിഖിതങ്ങളോ ഇല്ല. ഇതാണ് ഏകന്യൂസിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർത്തോമാ സ്ലീവായി മാനിക്കയൻ മതമാണ്, അതിൻ്റെ ദ്വന്ദ്വാദം, അതുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളോ ചിഹ്നങ്ങളോ ഇല്ല. അതിനാൽ മാർത്തോമാ സ്ലീവ മാനിക്കയനാണെന്ന ആരോപണം വിചിത്ര ഭാവന മാത്രമാണ്. മാനിക്കയൻ മതം ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നുവെന്നതിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. മാനിക്കയൻ മതത്തിന് ഒരു ചിഹ്നവും ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്തിട്ടുമില്ല. മാർത്തോമാ സ്ലീവ മാനിക്കയനാണെന്ന ആരോപണം 20-ാം നൂറ്റാണ്ടിന് മുമ്പ് ആരും ഉയർത്തിയിട്ടില്ല. മാർത്തോമാ സ്ലീവ സുറിയാനി കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മാനിക്കയൻ മതചിഹ്നം ആയിരുന്നെങ്കിൽ അത് കത്തോലിക്ക പള്ളികളിൽ ഉപയോഗിക്കുമായിരുന്നോ? മാർത്തോമാ സ്ലീവ ഉപയോഗിക്കണമെന്ന് 1959 റോമായിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഒരു ഓർദോയിൽ. ആ ഓർദോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ആ പുസ്തകം തന്നെ കാണിച്ചു തരാം. ഇതാണ് 1959 റോമിൽ അച്ചടിച്ച് നൽകിയ ഓർദോ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 6-ാമത്തെ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് മാർത്തോമാ സ്ലീവ ഉപയോഗിക്കണമെന്ന്. മാർത്തോമാ സ്ലീവ മാനിക്കൈൻ പാഷാണ്ഡതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാർത്തോമാ സ്ലീവ ഉപയോഗിക്കണമെന്ന് വത്തിക്കാനിൽ നിന്ന് കൽപ്പനയിടുമായിരുന്നോ? ഓർദോയിൽ എഴുതുമായിരുന്നോ? ഇത് നിങ്ങൾ ഏകന്യൂസിൻ്റെ ആൾക്കാരോട് മാത്രമല്ല, വിമത വൈദികരോടും മാർത്തോമാ സ്ലീവ മാനിക്കൻ എന്ന് പറയുന്ന സകലരോടും ചോദിക്കണം. മാർത്തോമാ സ്ലീവ മാനിക്കയനാണെന്ന് അറിയാമെങ്കിൽ വത്തിക്കാനിൽ നിന്നുള്ള 1959 നൽകിയ ഓർദോയിൽ ഇത് പറയുമായിരുന്നോ? തീർന്നില്ല. മിനിഞ്ഞാന്ന് 2025 മെയ് 14 വത്തിക്കാനിലെ പൗരത്വ സഭകളെല്ലാം ചേർന്ന് കുർബാന അർപ്പിച്ചപ്പോൾ ബലിപീഠത്തിൽ മാർത്തോമാ സ്ലീവ സ്ഥാപിച്ചിരുന്നു.
ബലിപീഠത്തിൽ. ഏക ന്യൂസുകാരത് കണ്ടു കാണില്ല, വിമത വൈദികരും കണ്ടു കാണില്ല. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ മാർത്തോമാ സ്ലീഹ മാനിക്കാനാണെങ്കിൽ വത്തിക്കാനിൽ പൗരത്വ സഭകളുടെ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ ഈ മാർത്തോമാ സ്ലീഹ സ്ഥാപിക്കുമായിരുന്നു ആ ബലിപീഠത്തിൽ. നിങ്ങൾ ഇത് കേൾക്കുന്നവർ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അതിനാൽ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഈ മാനിക്കേനോ മാർത്തോമാ സ്ലീഹ എന്ന പുസ്തകം 150ഓളം പേജുകളുണ്ട്. ഞാനതിൻ്റെ എൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടും. എൻ്റെ 104ാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ. ആ പുസ്തകം നിങ്ങൾ ഒന്ന് വായിച്ച് ഇങ്ങനെ നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സകലർക്കും എതിരെ ചേർത്ത് നിൽക്കാനായിട്ട് കഴിയണം. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ മതചിഹ്നങ്ങളെ ആക്രമിക്കുമ്പോൾ ഇല്ലേ, ഒരു ഖുറാൻ കത്തിച്ചാൽ അവരെ കൊന്നുകളയും. അവർക്കത് വിശുദ്ധമായിട്ട് കണക്കാക്കുന്നുണ്ടാ. നമ്മുടെ മാർത്തോമാ സ്ലീഹായെ നമ്മൾ തന്നെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ചുരുങ്ങിയ പക്ഷം ആശയപരമായ ചെറുത്ത് നിൽപ്പെങ്കിലും നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയില്ലേ? സുറിയാനി കത്തോലിക്കരും വിശ്വസിക്കുന്ന, സൂയിറ മലബാറും വിശ്വസിക്കുന്ന ഓരോ അൽമാനും ഓരോ വൈദികനും കടമയുണ്ട്. ആ കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതിനോട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പുസ്തകം വായിച്ച് പ്രചരിപ്പിക്കാനാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക, 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം വായിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാവരെയും ഈ മാർത്തോമാ സ്ലീഹ എന്ന് പറയുന്ന നമ്മുടെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ, നമുക്ക് ദേശീയ പതാക പോലെ, ദേശരാഷ്ട്രത്തിന് ദേശീയ പതാക പോലെ സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഈ മാർത്തോമാ സ്ലീഹ. അതിൽ അഭിമാനം കൊള്ളാൻ അതെന്താണെന്ന് തിരിച്ചറിയാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. അത് പരമാവധി പ്രചരിപ്പിക്കാനും നിങ്ങൾ തന്നെ വായിക്കാനും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.